എല്ലാവർക്കും നമസ്കാരം. മേക്ക് ഇറ്റ് റിയൽ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ LP-UP എക്സാമുമായി ബന്ധപ്പെട്ട സൈക്കോളജി വിഷയമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ബേസിക് ഫാക്ട്സ്, സൈക്കോളജിയുടെ പല വിഭാഗങ്ങളും അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് സിദ്ധാന്തങ്ങളും ആരെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം, ഇതിൻ്റെ വക്താക്കൾ ആരെല്ലാമാണെന്നാണ് നോക്കുന്നത്. വില്യം വൂണ്ട് ടിച്ച്നർ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പേരുകൾ പഠിക്കുമ്പോൾ ഒരുപാട് പേരുകൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ മാറിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഈ ഒരു സിദ്ധാന്തവുമായോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ്. ഉദാഹരണമായി ഇപ്പോൾ ഘടനാവാദം സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഘടനയിൽ മാറ്റം വരുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും വൂണ്ട്, പരിക്കുകൾ, മുറിവുകൾ പറ്റുമ്പോൾ. ടിച്ച്നർ, പിച്ച്, അതായത് ഇപ്പം നമ്മളെ ആരെങ്കിലും പിച്ച് എന്ന് വിചാരിക്കുക. പിച്ചുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിക്കും, വൂണ്ട് സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഘടനയിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഈ പിച്ച് എന്നതിൽ നിന്നും നമുക്ക് ടിച്ച്നറും വൂണ്ട് എന്നതിൽ നിന്നും വില്യം വൂണ്ടും കിട്ടും. ഇവർ രണ്ടുപേരും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്? ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഘടനാവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് വക്താക്കളാണ് വില്യം വൂണ്ട്, ടിച്ച്നർ. ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം, അതിൻ്റെ വക്താക്കളാണ് വില്യം ജെയിംസ്, ജോൺ ഡ്യൂയി, ഹാർവി കാർ. ഇവരെ മൂന്ന് പേരെയും ഓർത്തിരിക്കാൻ ജെയിംസും ഡ്യൂയിയും കാറിൽ പോയി ധർമ്മം പറഞ്ഞു എന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഓർത്തു വയ്ക്കാം. ഒരു ഉദാഹരണം പോലെ അല്ലെങ്കിൽ ഒരു ക്ലൂ പോലെ ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ധർമ്മവാദത്തിൻ്റെ വക്താക്കളാണ് വില്യം ജെയിംസ്, ജോൺ ഡ്യൂയി, ഹാർവി കാർ. അപ്പോൾ ജെയിംസും ഡ്യൂയിയും കാറിൽ പോയി ധർമ്മം പറഞ്ഞു. അപ്പോൾ വില്യം ജെയിംസ്, ജോൺ ഡ്യൂയി, ഹാർവി കാർ, ഇവർ മൂന്ന് പേരും ധർമ്മവാദത്തിൻ്റെ വക്താക്കളാണ്. നെക്സ്റ്റ് വ്യവഹാരവാദം അഥവാ ബിഹേവിയറലിസം. ഇതുമായി ബന്ധപ്പെട്ട് വാട്സൺ, സ്കിന്നർ, തോണ്ടേക്ക്, പാവ്ലോവ്, ഹൾ എന്നിവർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവരിൽ ആരാണ് യോജിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളുടെ പേരുകൾ തരും. അതിൽ നമ്മൾ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട വ്യക്തിയെയാണ് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണെന്ന്. അപ്പോൾ വാട്സൺ, സ്കിന്നർ, തോണ്ടേക്ക്, പാവ്ലോവ്, ഹള്ള്, ഇത് ഓർത്തിരിക്കാനായി നമുക്ക് എന്ത് ചെയ്യാം? വാട്സൻ്റെ പാവയ്ക്ക് സ്കിന്നും തൊണ്ടയും സ്കള്ളും ഉണ്ട് എന്ന രീതിയിൽ ഓർത്തു വയ്ക്കാം. ഇതൊക്കെ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകളാണ്. നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വാട്സൻ്റെ പാവയ്ക്ക് സ്കിന്നും തൊണ്ടയും സ്കള്ള്, ഹള്ളിന് സ്കൾ എന്നോർത്താൽ മതി. അപ്പോൾ വ്യവഹാരവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് അവർ. അടുത്തത് കൊഗ്നിറ്റീവിസമാണ്. അതിനെ മലയാളത്തിൽ ജ്ഞാതൃവാദം എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ ടോൾമാൻ, ബെഞ്ചമിൻ ബ്ലൂം, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ചോംസ്കി, സച്ചുമാൻ, സ്കെമ്പ്. കുറച്ചധികം പേരുകളുണ്ട് ജ്ഞാതൃവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പഠിച്ചു വയ്ക്കുക. ടോൾമാൻ, ബെഞ്ചമിൻ ബ്ലൂം, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ചോംസ്കി, സച്ചുമാൻ, സ്കെമ്പ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്നവരെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അവർ സമഗ്രതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരാണ്. ടോട്ടാലിറ്റി, മൊത്തത്തിലുള്ളതിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അവരാരൊക്കെയാണെന്നാണ് നോക്കുന്നത്. വെർത്തീമർ, കോഹ്ലർ, കോഫ്ക, ലെവിൻ. മുഴുവൻ പേരുകളുണ്ട് ഇവർക്കൊക്കെ, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ പേരുകളെങ്കിലും നമ്മൾ ഓർത്ത് വയ്ക്കുക. വെർത്തീമർ, കോഹ്ലർ, കോഫ്ക, ലെവിൻ, ഇവർ സമഗ്രതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരാണ്. അതായത് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളാണ് വെർത്തീമർ, കോഹ്ലർ, കോഫ്ക, ലെവിൻ. മനോവിശ്ലേഷണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്. നമുക്കറിയാം സൈക്കോളജിയുടെ പിതാവ് അല്ലേ.
സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് മനോവിശ്ലേഷണം. വിശ്ലേഷണ മനഃശാസ്ത്രം കാൾ യൂങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാറിപ്പോകരുത്. മനോവിശ്ലേഷണം സിഗ്മണ്ട് ഫ്രോയിഡുമായും വിശ്ലേഷണ മനഃശാസ്ത്രം കാൾ യൂങ്ങുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മാനവികതാവാദം കാൾ റോജേഴ്സ്, അബ്രഹാം മാസ്ലോ എന്നിവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാനവികതാവാദം, മാനവികത, മാസ്ലോ, പിന്നെ കാൾ റോജേഴ്സ്. അപ്പം കാൾ റോജേഴ്സ്, അബ്രഹാം മാസ്ലോ എന്നിവരാണ് മാനവികതാവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. സവിശേഷക സിദ്ധാന്തം. സവിശേഷക സിദ്ധാന്തം ആരുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ GW ആൽപോർട്ടിൻ. അതെങ്ങനെ ഓർത്തിരിക്കാം നമുക്ക്? പോർട്ട് അല്ലേ, സവിശേഷതകളുള്ള ഒരു പോർട്ട് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എയർപോർട്ട്, പോർട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കുറേ സവിശേഷതകളുള്ള ഒരു പോർട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറയാം. ആ സവിശേഷക സിദ്ധാന്തം GW ആൽപോർട്ടിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനുബന്ധന സിദ്ധാന്തം. അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പാവ്ലോവ് ആണ്. പാവ്ലോവ്. ശാരീരിക ചാലക വികാസത്തിൻ്റെ വക്താവാണ് ഹർലോക്ക്. ലോക്ക് വെച്ച് ഓർത്തിരിക്കുക. നമ്മളെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാരീരിക ആയിട്ടോ അല്ലെങ്കിൽ ചലിക്കാനുള്ളതായിട്ടോ എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാവോ? ഇല്ല അല്ലേ. അപ്പോൾ ശാരീരിക ചാലക വികാസവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ് ഹർലോക്ക്. വൈജ്ഞാനിക വികാസം. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളാണ് പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി എന്നിവർ. വൈജ്ഞാനികം, വൈഗോട്സ്കി. വൈഗോട്സ്കിയുടെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും പറയുന്ന രണ്ട് പേരുകളായിരിക്കും പിയാഷെ, ബ്രൂണർ. അപ്പോൾ വൈജ്ഞാനിക വികാസത്തിൽ വരുന്നതാണ് പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. അടുത്തത് സാമൂഹിക വികാസമാണ്. സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട് വരുന്നവർ എറിക്സണും ബന്ധൂരയുമാണ്. ആൽബർട്ട് ബന്ധൂര. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? സാമൂഹിക വികാസത്തിന് എതിരെ നിന്നാൽ നമ്മളെ ബന്ദിയാക്കി കല്ലെറിയും എന്നോർത്തിരുന്നാൽ മതി അല്ലേ. ബന്ദി, ബന്ധൂര. എറിയും, എറിക്സൺ. എന്തിനെതിരെ നിന്നാൽ? സാമൂഹിക വികാസത്തിനെതിരെ നിന്നാൽ. ഇതൊക്കെ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും അങ്ങനെ ഫാക്റ്റൊന്നും അല്ല അതിൽ. എന്നാലും നമുക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. സാമൂഹിക വികാസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എറിക്സണും ബന്ധൂരയും. വൈകാരിക വികാസം. കാതറിൻ ബ്രിഡ്ജസ്. കാതറിൻ ബ്രിഡ്ജസുമായി ബന്ധപ്പെട്ടതാണ് വൈകാരിക വികാസം, ഈ മേഖല. അപ്പോൾ ഓരോ മേഖലയും അതുമായി ബന്ധപ്പെട്ടവരെയുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നൈതിക വികാസം. നൈതിക വികാസം കോൾബർഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നൈതിക വികാസം കോൾബർഗ്. ഭാഷാവികാസവുമായി ബന്ധപ്പെട്ടവരാണ് ചോംസ്കി, വൈഗോട്സ്കി, ബ്രൂണർ. ഭാഷാവികാസത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ചോംസ്കിക്കാണ്. ചോംസ്കി, വൈഗോട്സ്കി, ബ്രൂണർ. സാമൂഹ്യമിതി. ജേക്കബ് ലെവി മൊറേനോ. സാമൂഹ്യമിതി ജേക്കബ് ലെവി മൊറേനോ. അനുബന്ധ സിദ്ധാന്തം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ പറഞ്ഞതാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. പാവ്ലോവിൻ്റെ മുഴുവൻ പേരാണത് കേട്ടോ, ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. അടുത്തത് തോണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ശ്രമപരാജയ സിദ്ധാന്തം, ഫലനിയമം, അഭ്യാസ നിയമം, തെറ്റുതിരുത്തൽ, സന്നദ്ധതാ നിയമം ഇത്രയും തോണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ സൈക്കോളജിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നും. ശ്രമപരാജയ സിദ്ധാന്തം, ഫലനിയമം, അഭ്യാസ നിയമം, തെറ്റുതിരുത്തൽ, സന്നദ്ധതാ നിയമം ഇവ തോണ്ടയ്ക്കുമായി ബന്ധപ്പെട്ടതാണ്. മാറിപ്പോകരുത്. പ്രക്രിയാനുബന്ധനം, പ്രബലനം, പരിക്രമീകൃത ബോധനം ഇവ മൂന്നും BF സ്കിന്നറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രക്രിയാനുബന്ധനം, അപ്പോൾ അനുബന്ധ സിദ്ധാന്തം പാവ്ലോവാണ്. പ്രക്രിയാനുബന്ധനം BF സ്കിന്നറാണ്. അത് ഓർത്തിരിക്കാനായിട്ട് ഇപ്പോൾ സ്കിന്നർ BF സ്കിന്നറാണല്ലോ. സ്കിന്നിൽ നമുക്ക് പല പ്രക്രിയകളും ചെയ്യാൻ കഴിയും അല്ലേ. നമ്മുടെ സ്കിന്നിൽ ടാറ്റു ചെയ്യാം, അതുപോലെ നമ്മുടെ കളർ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല പ്രക്രിയകളും നമുക്ക് സ്കിന്നിൽ ചെയ്യാൻ സാധിക്കും. പ്രക്രിയാനുബന്ധനം BF സ്കിന്നർ. അതുപോലെ സ്കിന്നറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു രണ്ട് മേഖലകളാണ് പ്രബലനം, അല്ലെങ്കിൽ മറ്റു രണ്ട് വസ്തുതകളാണ് പ്രബലനം, പരിക്രമീകൃത ബോധനം എന്നിവ. വൈജ്ഞാനിക വ്യവഹാരവാദം
അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്നിവ ടോൾമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈജ്ഞാനിക വ്യവഹാരവാദം ടോൾമാൻ, അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ടോൾമാൻ. അപ്പോൾ വൈജ്ഞാനിക വ്യവഹാര സിദ്ധാന്തം, വൈജ്ഞാനിക മേഖലയും വ്യവഹാരവാദവും കൂടിയിട്ടുള്ളത് ടോൾമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തവും ടോൾമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം, പ്രാവീണ്യ പഠനം ബെഞ്ചമിൻ ബ്ലൂം. അപ്പോൾ ബോധനോദ്ദേശ വർഗീകരണവും പ്രാവീണ്യ പഠനവും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബെഞ്ചമിൻ ബ്ലൂമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൈക്കോളജി ഭാഗത്തു നിന്നും വരുന്ന കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഓരോ മേഖലയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ പേരുകളും. ഇത് മാറിപ്പോകരുത്. പല പരീക്ഷകൾക്കും മാറി മാറി ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും പലതും. അതുകൊണ്ട് മാറിപ്പോവാതെ വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഓരോ മേഖലയും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത്. നെഗറ്റീവ് മാർക്ക് വാങ്ങാതിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനും ഈ വർഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള രീതിയിൽ വരട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.